ഹായ് എവ്രി വൺ, ഇറ്റ്സ് മീ യുവർ ഡയറ്റീഷ്യൻ ജെഫ്രി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്തുകൊണ്ടാണ് ഫീമെയിൽസിന്റെ കേസിൽ വെയിറ്റ് ലോസ് സ്ലോവർ ആവുന്നത്, മെയിൽസിന്റെ കേസിൽ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് വെയിറ്റ് കുറയുന്നത് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ശരിക്കും നിങ്ങളൊക്കെ ആലോചിക്കാറില്ലേ ഈ മെയിൽസ് അധികം കഷ്ടപ്പെടാതെ തന്നെ അവരുടെ വെയിറ്റ് ഒക്കെ പെട്ടെന്ന് കുറയുന്നത് എന്തുകൊണ്ടാണെന്ന്? ഇതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് വുമൺസിന്റെ കേസിലും മെൻസിന്റെ കേസിലും അവരുടെ മെറ്റബോളിസം വളരെ ഡിഫറെന്റ് ആണ്. മെൻസിന്റെ മെറ്റബോളിസം കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ട് നടക്കും, ഫീമെയിൽസിന്റെ കേസിൽ മെറ്റബോളിക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്ലോവർ ആണ്. ഇതേപോലെ തന്നെയാണ് നമുക്കറിയാം മെയിൽസിന്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ മസിൽ മാസിന്റെ അളവ് കൂടുതലാണ്, ഫാറ്റിന്റെ അളവ് കുറവാണ്. ഇതിന്റെ നേരെ റിവേഴ്സ് ആണ് ഫീമെയിൽസിന്റെ കേസിൽ, ഫാറ്റ് പെർസെന്റേജ് കൂടുതലും മസിൽ മാസിന്റെ അളവ് കുറവാണ്. ഇതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാറ്റ് ലോസ് അഥവാ വെയിറ്റ് ലോസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. ഇനി ഇതേപോലെ തന്നെയാണ് BMRന്റെ കേസിൽ. ജെൻസിന്റെ കേസിൽ BMR കൂടുതലാണ്, ഫീമെയിൽസിന്റെ കേസിൽ BMR കുറവാണ്. ഇനി അടുത്തൊരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മെയിൽ ഹോർമോൺസ്, അതായത് ടെസ്റ്റോസ്റ്റിറോൺസ്. ഈ ടെസ്റ്റോസ്റ്റിറോൺസിന് ഒരുപാട് ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് ഈ ഫാറ്റ് ലോസിന്റെ വെയിറ്റ് ലോസിന്റെ ഒക്കെ കേസിൽ. അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ജെൻസിന്റെ കേസിൽ ഇത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ കുറച്ചൊന്ന് ചെറുതായിട്ട് വർക്കൗട്ടും ഡയറ്റും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് അവരുടെ ബോഡിയിൽ കാണാൻ പറ്റും. ഫീമെയിൽസിന്റെ കേസിൽ ഇത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കഷ്ടപ്പെട്ടാൽ മാത്രമാണ് വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ നല്ലൊരു വെയിറ്റ് ലോസിനായിട്ട് നല്ലൊരു ഹെൽത്തി ഡയറ്റും വർക്കൗട്ട് റൂട്ടീനും ഫോളോ ചെയ്യുക. താങ്ക്